2004 ഏപ്രിൽ 1 ഗൂഗിളിൽ സുന്ദർ പിച്ചായിയുടെ ഇന്റർവ്യൂ നടന്നത്. അന്ന് തന്നെയാണ് ജിമെയിൽ പുറത്തിറങ്ങുന്നത്. സുന്ദർ പിച്ചായിയോട് ഇന്റർവ്യൂ ബോർഡിലുള്ളവർ ചോദിച്ചത്ര ജിമെയിലിനെ പറ്റി എന്താണ് അഭിപ്രായമെന്ന്. ആ ദിവസം ഇറങ്ങിയതായതുകൊണ്ട് തന്നെ പിച്ചായി അത് ഉപയോഗിച്ചിരുന്നില്ല. അറിയില്ല എന്നും ഉപയോഗിച്ചിട്ടില്ല എന്നും സത്യസന്ധമായി പറഞ്ഞ ആ മറുപടി ഇന്റർവ്യൂ ബോർഡിന് ഇഷ്ടമായി. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഗൂഗിളിന്റെ തലപ്പത്ത് നിന്നിരിക്കുന്നത് ചെന്നൈയിൽ ജനിച്ച ആ സുന്ദർ പിച്ചായിയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ വിപ്ലവം തുടങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുന്ന മൈക്രോസോഫ്റ്റ് ഇന്ന് നയിക്കുന്നത് ഹൈദരാബാദുകാരനായ സത്യ നഡെല്ലയാണ്. അഡോബിയിലും IBM-ലും ഒക്കെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാർ തന്നെ. എന്തിന്, നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ പ്ലാറ്റ്ഫോമായ യൂട്യൂബിന്റെ CEO വരെ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ്. ചുരുക്കത്തിൽ ഇന്ത്യക്കാരുടെ കയ്യൊപ്പില്ലാത്ത ഒരു അമേരിക്കൻ കോർപ്പറേറ്റ് സാമ്രാജ്യവും ഇന്ന് അവിടെ അവശേഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ വെറും ഒരു യാദൃശ്ചികത മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടോ? തീർച്ചയായും ആഗോള ടെക് ഭീമന്മാരുടെ തലപ്പത്തേക്ക് ഇന്ത്യക്കാർ എത്തുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, കുടിയേറ്റത്തിന്റെ മനഃശാസ്ത്രം, അമേരിക്കൻ കോർപ്പറേറ്റ് സംസ്കാരം, ഇവയ്ക്കെല്ലാം ഉപരി ചരിത്രത്തിലെ ആ കൃത്യമായ സമയക്രമം, ഇവയെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഈ വിജയം. ഇന്നത്തെ ഗൂഗിൾ CEO സുന്ദർ പിച്ചായിയുടെ യാത്ര ആരംഭിക്കുന്നത് 90കളിൽ IIT ഖരഗ്പൂരിൽ നിന്നാണ്. ചെന്നൈയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് സ്റ്റാൻഫോർഡിലേക്ക് സ്കോളർഷിപ്പോടെ പറന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് ലോകത്തെ ടെക് ഭീമനെയാണ് ഭരിക്കുന്നത്. സത്യ നഡെല്ലയാകട്ടെ മണിപ്പാലിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വിസ്കോൺസിനിൽ നിന്ന് മാസ്റ്റേഴ്സും പൂർത്തിയാക്കി സൺ മൈക്രോ സിസ്റ്റം വഴി 1992 മൈക്രോസോഫ്റ്റിൽ വേരുറപ്പിക്കുന്നത്. അഡോബിയുടെ തലപ്പത്തുള്ള ശാന്തനു നാരായൺ ഹൈദരാബാദിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കാലിഫോർണിയയിൽ നിന്ന് MBA നേടിയ ശേഷം ഒരു സാധാരണ പ്രോഡക്റ്റ് മാനേജറായാണ് കരിയർ തുടങ്ങിയത്. ഈ വിജയഗാഥകളുടെ അടിത്തറ പാകിയത് 1951 ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തോടെ തുടങ്ങിയ IIT-കളാണ്. ദരിദ്രമായ ഒരു രാജ്യത്തിന് പുരോഗതി കൈവരിക്കണമെങ്കിൽ ലോകോത്തര സാങ്കേതിക സ്ഥാപനങ്ങൾ വേണമെന്ന നെഹ്റുവിന്റെ വാശിയാണ് ആദ്യത്തെ IIT ഖരഗ്പൂരിൽ തുടങ്ങിയതിന്റെ കാരണം. യുനെസ്കോയുടെയും അമേരിക്ക, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെയും സഹകരണത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ സ്ഥാപനങ്ങൾ കരിക്കുലത്തിലും ലാബ് സംവിധാനങ്ങളിലും അന്നേ ലോകോത്തര നിലവാരം പുലർത്തിയിരുന്നു. 1950കളിൽ വിതച്ച ആ വിത്തുകളാണ് 40 വർഷങ്ങൾക്കിപ്പുറം 90കളിൽ സിലിക്കൺ വാലിയിലെ ടെക് വിപ്ലവത്തിന് ആവശ്യമായ പ്രതിഭകളെ സപ്ലൈ ചെയ്തത്. എന്നാലും എന്തുകൊണ്ട് ഇന്ത്യക്കാർ ഈ നേതൃസ്ഥാനങ്ങളിൽ എത്തുന്നു? ഈ പ്രതിഭാസത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ നമുക്ക് 80കളിലേക്കും 90കളിലേക്കും തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ലോകം ഒരു വലിയ സാങ്കേതിക വിപ്ലവത്തിന് തയ്യാറെടുക്കുന്ന സമയം, കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും ജനകീയമാകുന്ന ആ കാലഘട്ടത്തിൽ അമേരിക്കൻ കമ്പനികൾക്ക് സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാനും കോഡിംഗ് ചെയ്യാനും ലക്ഷക്കണക്കിന് സാങ്കേതിക വിദഗ്ധരെ ആവശ്യമായി വന്നു. ഇവിടെയാണ് സമയത്തിന്റെ കൃത്യമായ ഇടപെടലുള്ളത്. H-1B വിസ അമേരിക്ക എന്ന സ്വപ്നത്തിന്റെ വാതിലുകൾ ഒഫീഷ്യലി തുറന്നുകൊടുത്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. എന്നാൽ അവിടെ ഇന്ത്യക്കാർക്ക് മറ്റാരേക്കാളും വ്യക്തമായ ഒരു മേൽക്കൈയുണ്ടായി. ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, കണക്കിലും ശാസ്ത്രത്തിലും അഗാധമായ അറിവുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ. ഗ്ലോബലൈസേഷന്റെയും ഔട്ട്സോഴ്സിംഗിന്റെയും ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ടെക് വ്യവസായത്തിന്റെ അടിസ്ഥാനം പാകിയവരിൽ വലിയൊരു ശതമാനം ഈ ഇന്ത്യൻ കുടിയേറ്റക്കാരായിരുന്നു. 90കളിലെ Y2K പ്രതിസന്ധി പോലുള്ള ആഗോള വെല്ലുവിളികൾ വന്നപ്പോൾ അത് പരിഹരിക്കാൻ രാപ്പകൽ അധ്വാനിച്ചതും ഇതേ ഇന്ത്യൻ പ്രൊഫഷണലുകളായിരുന്നു. അങ്ങനെ വളരെ കൃത്യമായ ഒരു സമയത്ത് കൃത്യമായ ഇടപെടലോടെ അവരെല്ലാം അമേരിക്കൻ മണ്ണിൽ വേരുറപ്പിച്ചു. കേവലം ഭാഷാ സ്വാധീനമോ സാങ്കേതിക പരിജ്ഞാനമോ മാത്രമല്ല മറ്റുള്ള അമേരിക്കൻ കുടിയേറ്റക്കാരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കിയത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, വിശേഷിച്ച് അന്നത്തെ ചുറ്റുപാടുകൾ, അവരിലുണ്ടാക്കിയ മാനസികമായ ഒരു കരുത്ത് വളരെ പ്രധാനമാണ്. പരിമിതമായ വിഭവങ്ങൾ മാത്രമുള്ള ഇന്ത്യ എന്ന രാജ്യത്തിൽ നിന്നും വന്നവരായിരുന്നു അവരെല്ലാം. ആയിരക്കണക്കിന് സീറ്റുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ഇടത്തരം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് എന്നത് അന്ന് വെറും ഒരു പഠന മേഖലയായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യത്തിൽ നിന്നും ഇല്ലായ്മകളിൽ നിന്നും കരകയറാനുള്ള ഒരു പാസ്പോർട്ട് കൂടിയായിരുന്നു. IIT-കൾ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം ഒട്ടും ചെറുതല്ല. ഓരോ മാർക്കും ഭാവിയെ മാറ്റിമറിക്കുന്ന അങ്ങേയറ്റം സമ്മർദ്ദം നിറഞ്ഞ ആ മത്സരാധിഷ്ഠിത അന്തരീക്ഷം അവരെല്ലാം പഠിപ്പിച്ചത് പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ല, പരാജയങ്ങളെ നേരിടാനും പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും മികച്ചത് കണ്ടെത്താനും അസാധ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യാനും ആ സിസ്റ്റം അവരെ പ്രാപ്തരാക്കിയിരുന്നു. ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് അഥവാ അതിജീവന ത്വരയാണ് പിന്നീട് കോർപ്പറേറ്റ് ലോകത്തെ സങ്കീർണമായ വെല്ലുവിളികളെ അനായാസം നേരിടാൻ അവർക്ക് കരുത്തായത്. അമേരിക്കൻ കമ്പനികളുടെ സുഖ സൗകര്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഏത് വലിയ പ്രതിസന്ധിയെയും നേരിടാൻ പോകുന്ന ഒരു തരം വൈകാരികമായ പ്രതിരോധ ശേഷി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. 2018 മക്കൻസിയുടെ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഇന്ത്യൻ അമേരിക്കൻ എക്സിക്യൂട്ടീവ്സിന്റെ സാന്നിധ്യം അവിടുത്തെ ആകെ ജനസംഖ്യയിലെ ഇന്ത്യൻ ശതമാനത്തെക്കാൾ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഹൈ ആണ് എന്നാണ്. അതായത് ഇന്ത്യൻ അമേരിക്കൻസ് അമേരിക്കൻ ജനസംഖ്യയുടെ ഏകദേശം 1.2% മാത്രമാണ്. പക്ഷേ 500 CEO സ്ഥാനങ്ങളിൽ ഒരു കാലത്ത് 8% ഇന്ത്യൻ വംശജരായിരുന്നു. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇന്ത്യക്കാർ ഇങ്ങനെ ഈ ജയന്റ് കമ്പനികളുടെ തലപ്പത്തിരുന്ന് അവയെ വളർത്തി കോടികൾ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നമുക്കുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. ഇന്ത്യക്കാർ CEOs ആയിരിക്കുന്ന ഈ കമ്പനികളിൽ ഒന്നും തന്നെ ഇന്ത്യക്കാർക്ക് പണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ആഗോള കമ്പനികളിൽ നിക്ഷേപിക്കാൻ നമുക്കിപ്പോൾ അവസരമുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് IND മണി. IND മണിയിലൂടെ ഇന്ത്യയിൽ മാത്രം നിക്ഷേപിക്കുന്നതിന് പകരം ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലും വിവിധ മേഖലകളിലും നിക്ഷേപിച്ച് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഡോളറിലുള്ള നിങ്ങളുടെ നിക്ഷേപത്തിന് കൂടുതൽ കരുത്ത് ലഭിക്കും എന്നതും വലിയൊരു നേട്ടം തന്നെയാണ്. US മാർക്കറ്റിൽ മാത്രമല്ല, ഇപ്പൊ അമേരിക്കൻ ഇറാൻ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് UAE അല്ലെങ്കിൽ സൗദി പോലുള്ള രാജ്യങ്ങളുടെ മാർക്കറ്റ്സിലും നിങ്ങൾക്ക്
ചീപ്പായി IND മണിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ യുദ്ധം കാരണം ഇടിഞ്ഞ ഈ രാജ്യങ്ങളിലെ മാർക്കറ്റ്സ് വീണ്ടും ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. ഈ രാജ്യങ്ങളെ കവർ ചെയ്യുന്ന ETFs അമേരിക്കൻ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ നിങ്ങൾക്ക് IND മണിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വലിയ തുക വേണമെന്നില്ല. ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗ് വഴി വളരെ ചെറിയൊരു തുകയ്ക്ക് പോലും, ഉദാഹരണത്തിന് 100 രൂപയ്ക്ക് വരെ 10,000 രൂപ ഷെയറിന് വാല്യൂ ഉള്ള കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കൂടിയുണ്ട്. അത് US സ്റ്റോക്സിൽ SIP ചെയ്യാമെന്നതാണ്. ഉദാഹരണത്തിന് എനിക്ക് ടെസ്ലയിൽ SIP ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനാദ്യം US സ്റ്റോക്സ് ഓപ്ഷനിലേക്ക് പോകുക. എന്നിട്ട് എക്സ്പ്ലോർ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ടെസ്ല എന്ന് സെർച്ച് ചെയ്ത് മാസം 10,000 രൂപയ്ക്ക് SIP തുടങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ഇൻവെസ്റ്റ് ചെയ്യാനും ചൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാനും സമ്പത്ത് ഗ്രാജുവലി കൂടാനും സഹായിക്കും. ഈ സൗകര്യങ്ങളെല്ലാം വളരെ ലളിതമായി നിങ്ങൾക്ക് നൽകുന്ന പ്ലാറ്റ്ഫോമാണ് IND മണി. പേപ്പർ വർക്ക് ഇല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലായി KYC പൂർത്തിയാക്കി അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. വിദേശ നിക്ഷേപത്തിലെ ടാക്സ് കണക്കുകൂട്ടലുകൾ എപ്പോഴും പാടാണ്. എന്നാൽ IND മണി, ഷെഡ്യൂൾ FA, ഫോം 67 തുടങ്ങിയ റിപ്പോർട്ട്സ് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് നൽകും. ഡിവിഡൻഡ് കലണ്ടർ, നിക്ഷേപകരുടെ സെന്റിമെന്റ്സ് അനാലിസിസ്, കൂടാതെ ഡോളർ കറൻസി ഇമ്പാക്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റിട്ടേൺ കാൽക്കുലേറ്റർ എന്നിവയും IND മണിയിൽ ലഭിക്കും. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആഗോള നിക്ഷേപകനാകാൻ കൃത്യമായ ടൂളുകൾ ഉപയോഗിച്ച് റിസ്ക് കുറയ്ക്കാൻ ഇപ്പോൾ തന്നെ IND മണി ഡൗൺലോഡ് ചെയ്യും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും അതിന്റേതായ റിസ്ക് ഉണ്ട്. എല്ലാ ഡിസ്ക്ലെയിമേഴ്സും നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് US-ലെ ഇന്ത്യൻ CEOസിന്റെ ഓവർ റെപ്രസെന്റേഷൻ കൃത്യമായ ഒരു ഡാറ്റ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം നെറ്റ്വർക്കിംഗ് എഫക്ട്സ് ആണ്. 1980-90 കാലഘട്ടത്തിൽ സിലിക്കൺ വാലിയിലെത്തിയ ഇന്ത്യൻ എഞ്ചിനീയർമാർ അവിടെ ശക്തമായ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയെടുത്തു. 1992 സ്ഥാപിതമായ TIE, ദ ഇൻഡസ് ഓൺടർപ്രണേഴ്സ്, ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകളെ പരസ്പരം ബന്ധിപ്പിക്കുക, അവർക്ക് കൃത്യമായ മെന്റർഷിപ്പ് നൽകുക, ഫണ്ട് ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ നെറ്റ്വർക്ക് ഒരു ഇൻവിസിബിൾ ഇൻഫ്രാസ്ട്രക്ചറായി പ്രവർത്തിച്ചു. ഒരു യുവ ഇന്ത്യൻ എഞ്ചിനീയർ മൈക്രോസോഫ്റ്റിൽ ചേരുമ്പോൾ അവിടെ മുമ്പേ വിജയിച്ച ഒരു ഇന്ത്യൻ സീനിയർ എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ ഇൻഫോർമൽ മെന്റർഷിപ്പും വിസിബിലിറ്റിയും ഒക്കെ കൂടുതൽ എളുപ്പമായി. ചുരുക്കത്തിൽ ഫസ്റ്റ് ജനറേഷൻ കഷ്ടപ്പെട്ട് വെട്ടിത്തെളിച്ച ആ പാതകളിലൂടെ സഞ്ചരിക്കുക എന്നത് സെക്കൻഡ് ജനറേഷന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. 1990കളിൽ ടെക്നോളജി ബൂം ഉണ്ടാകുന്നു. സിലിക്കൺ വാലിക്ക് സഡൻലി ഒരു മാസീവ് ടാലന്റ് ഷോർട്ടേജ് ഉണ്ടായത് 90കളുടെ അവസാനമാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ് ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഇൻസഫിഷ്യന്റ് ആയിരുന്നു. US ഗവൺമെന്റ് H-1B വിസ പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്തു. അതേസമയം ഇന്ത്യയിലെ മികച്ച ടെക് ഗ്രാജുവേറ്റ്സിന് ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡുമായിരുന്നു. അധികം പേർക്കും നല്ല ജോലിയോ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ അത്ര ശമ്പളമോ കിട്ടാനില്ല. ഒപ്പം പബ്ലിക് സെക്ടർ ജോലികൾ കുറയുന്ന സമയം അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ സപ്ലൈ ഉണ്ട്, അമേരിക്കയിൽ ഡിമാൻഡ് ഉണ്ട്. ഈ അവസരം ഒരു ജനറേഷനെയാണ് അമേരിക്കയിലേക്ക് എത്തിച്ചത്. ഇത് വെറും ഒരു സിമ്പിൾ ബ്രെയിൻ ഡ്രെയിൻ ആയിരുന്നില്ല. 1998 യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ അന്നാലി സക്സേനിയൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് സിലിക്കൺ വാലിയിലെ ടെക്നോളജി കമ്പനീസിന്റെ ഏകദേശം 4/1 ഭാഗം 1990കളിൽ ചൈനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇമിഗ്രന്റ് ഫൗണ്ടേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. 1996 ഇവർ തന്നെ എഴുതിയ റീജിയണൽ അഡ്വാൻറ്റേജ്, കൾച്ചർ ആൻഡ് കോമ്പറ്റീഷൻ ഇൻ സിലിക്കൺ വാലി ആൻഡ് റൂട്ട് 128 എന്ന ബുക്കിൽ എന്തുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു എന്നതിനെ പറ്റി അവർ പറയുന്നത് ടാലന്റ് ഫോളോസ് എക്കോസിസ്റ്റം നോട്ട് ബോർഡേഴ്സ് എന്നാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ആവശ്യം ഇന്ത്യയിലെ മികച്ച ഗ്രാജുവേറ്റ്സിന് വരുന്നില്ല. അമേരിക്കയിൽ പോയാൽ ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാം എന്നതും ഒരു പ്രധാന കാര്യമാണ്. സുന്ദർ പിച്ചായ് ഗൂഗിളിൽ ജോയിൻ ചെയ്തത് 2004ലാണ്. CEO ആയത് 2015ലും. 11 വർഷങ്ങളാണ് ഇതിനു വേണ്ടി എടുത്തത്. സത്യ നഡല്ലയ്ക്ക് മൈക്രോസോഫ്റ്റിൽ 22 വർഷങ്ങളാണ് CEO ആകാൻ എടുത്തത്. സോ ഓവർനൈറ്റ് സക്സസ് അല്ല, മറിച്ച് സിസ്റ്റമാറ്റിക് ആയും പേഷ്യന്റ് ആയും ഉണ്ടാക്കിയെടുത്ത ഒരു സക്സസ് ആണ് ഇതൊക്കെ. ഇവർക്കെല്ലാമുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്തു പറയേണ്ട മറ്റൊരു ട്രേറ്റ് ആണ്. അതിന് പറ്റിയ ഉദാഹരണം സത്യ നഡല്ല മൈക്രോസോഫ്റ്റിന്റെ CEO ആയ ശേഷം കമ്പനിയിൽ ഉണ്ടാക്കിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. 2014 മൈക്രോസോഫ്റ്റ് ഒരു സ്റ്റാഗ്നന്റ് കമ്പനിയായിരുന്നു. വിൻഡോസിന്റെ കാലം കഴിഞ്ഞു എന്ന് എല്ലാവരും പറഞ്ഞ സമയം. മൊബൈൽ ഫോൺ രംഗത്തുണ്ടായ റെവല്യൂഷൻ അവർക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റാതെ പോയിരുന്നു. പക്ഷേ നഡല്ല ചെയ്തത് പ്രോഡക്ട്സ് റീഡിസൈൻ ചെയ്യുക മാത്രമല്ല, പകരം മൈക്രോസോഫ്റ്റ് കൾച്ചർ തന്നെ അദ്ദേഹം റീഡിസൈൻ ചെയ്തു. കാരൽ ഡെക്കിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന കോൺസെപ്റ്റ് നഡല്ല മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ആക്കി മാറ്റി. ഒരു എഞ്ചിനീയറിന്റെ ഹ്യൂമിലിറ്റി, ഒരു ലീഡറിന്റെ വിഷൻ, ഒരു ഇമിഗ്രന്റിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം വന്നപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് 2014 $300 ബില്യൺ ആയിരുന്നത് ഇന്ന് $3 ട്രില്യന്റെ അടുത്താണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും കുടിയേറുന്ന CEOമാരുടെ കഥ ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്റ്റോറി അല്ല എന്നും നമുക്ക് ഇതിന്റെ കണക്കുകൾ നോക്കിയാൽ കാണാം. ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, കൗണ്ടർ പോയിന്റ്സ് ഉണ്ട്. ഇന്നും ഈ ഇന്ത്യൻ CEO പ്രതിഭാസം എന്നത് ലാർജ്ലി അപ്പർ കാസ്റ്റ് അർബൻ മെയിൽ സെൻട്രിക് ആണ്. ഇന്ത്യയിലുള്ള ഒരു മെജോറിറ്റിക്ക് ഇന്നും ഈ ഡ്രീം ആക്സസിബിൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ CEOs ഒന്നും ഇന്ത്യയിൽ കരിയർ ബിൽഡ് ചെയ്തവരല്ല. ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ അമേരിക്കയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. സുന്ദർ പിച്ചായ് ഗൂഗിളിന്റെ CEO ആണ്. ഇന്ത്യയിലുള്ള ഒരു ഗ്ലോബൽ ടെക്നോളജി കമ്പനിയുടെ CEO അല്ല. ഇതൊരു നാഷണൽ അച്ചീവ്മെന്റ് ആണോ അതോ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഗ്ലോബൽ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ CEOs ഉണ്ട്. പക്ഷേ മീഡിയ, ഫിനാൻസ്, പൊളിറ്റിക്സ്, ആർട്സ് ഈ ഫീൽഡിലൊന്നും ഇത്രത്തോളം റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊരു സ്പെസിഫിക് പൈപ്പ് ലൈൻ, ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്കം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രോഡ് കൾച്ചറൽ സുപ്രീമസിയുടെ സൈനായി കാണാൻ കഴിയില്ല. ഇന്ത്യയുടെ ടാലന്റ് എന്നത് ഒരു തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ പ്രതിഭകളെ കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്തു. അതേസമയം അവർക്ക് വേണ്ട കൃത്യമായി ഓപ്പർച്യൂണിറ്റി നൽകിയത്
അമേരിക്കയാണ്. അവർക്ക് ഇപ്പോഴും ഇന്ത്യയോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിലും അവരുടെ ലോയൽറ്റി ഇപ്പോൾ പൂർണ്ണമായും അവർ നയിക്കുന്ന ഫേംസിനോടാണ്, ഇന്ത്യയോടല്ല. ചുരുക്കത്തിൽ ലോക ടെക് ഭീമന്മാരുടെ തലപ്പത്ത് ഇന്ത്യക്കാർ എത്തിയത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം നൽകിയ പ്രതിഭയും അമേരിക്കൻ ടെക് വ്യവസായം കൃത്യസമയത്ത് നൽകിയ അവസരവും ചേർന്നതിന്റെ ഫലമാണ്. IIT പോലുള്ള സ്ഥാപനങ്ങളിലെ കഠിനമായ മത്സരവും പരിമിതമായ വിഭവങ്ങളിൽ നിന്നുള്ള അതിജീവന ത്വരയും ഇവരെ കോർപ്പറേറ്റ് ലോകത്തെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കി. എങ്കിലും ഈ പ്രതിഭാസം നഗര കേന്ദ്രീകൃതവും ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് സാധിക്കുന്നതും പുരുഷാധിപത്യപരവുമാണ്. ഈ പ്രതിഭകൾക്ക് സ്വന്തം രാജ്യത്ത് അവസരങ്ങൾ ലഭിക്കാത്തതിന്റെ റിസൾട്ടാണ് ഈ വിജയം എന്ന വിമർശനവുമുണ്ട്. അതിനാൽ ഇത് കേവലം ദേശീയ നേട്ടമായി കാണാതെ അവസരങ്ങൾ തേടിപ്പോയ പ്രതിഭകളുടെ വിജയഗാഥയായി കണക്കാക്കുന്നതായിരിക്കും നല്ലത്. ഒപ്പം ഇത് നമ്മുടെ രാജ്യത്തിലെ സിസ്റ്റത്തിന്റെ പരിമിതികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുമാണ്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്ത IND മണി ആപ്പിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് മാർക്കറ്റുകളിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ ആപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ആഗോള കമ്പനികളിൽ നിക്ഷേപിക്കാനും റുപ്പിയുടെ ഡിപ്രിസിയേഷനിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് പ്രൊട്ടക്ട് ചെയ്യാനും ഒപ്പം ഗ്ലോബൽ എക്കണോമിയുടെ വളർച്ചയിൽ നേട്ടം കൊയ്യാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.